വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളെ BIS എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ചാപ്റ്റർ 2 ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ MIS എന്ന് പറയുന്നതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഒരുപാട് ടൈപ്സുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്കറിയാം ഈ MISൻ്റെ എല്ലാ MIS പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്, ടെക്നിക്സാണ്. ഒരുപാട് സപ്പോർട്ടിങ് ഡിസിഷൻ സിസ്റ്റംസ് അവരുടെ അടുത്തുണ്ടാവും, ഡിസിഷൻ മോഡൽസ് അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന MISൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TPS എന്ന് പറയും, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. Transaction processing system is early type of information system. Previously, transaction processing was done manually, but today, with the development of information technology, data processing is done electronically. A TPS collect, store, modifies and retrieve transaction of an organization. ഇതന്നെയാണ് സത്യത്തിൽ TPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പനിയിൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചു, ആ കടക്കാരനെ നമുക്കൊരു ബില്ല് തരും. ആ ബില്ല് നമുക്ക് തന്നു കഴിഞ്ഞാൽ അവരെ കണക്കിൽ അതൊരു ട്രാൻസാക്ഷനാണ്, അവരെ അക്കൗണ്ട്സിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് അവർ രേഖപ്പെടുത്തും. അതിനെ പറഞ്ഞ പേരാണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിൽ TPS ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, വിച്ച് മീൻസ് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഡാറ്റാസ് കളക്ട് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കും, വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യും, പിന്നെ അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്ത് തിരിച്ചെടുക്കാനും പറ്റും. TPS ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് പ്രോസസ് ഡാറ്റ അറൈസിങ് ഫ്രം ദ ഒക്കറൻസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എ ബിസിനസ് ഇവൻറ്റ് ടേക്സ് പ്ലേസ് എ ബിസിനസ് ഇസ് കോൾഡ് എ ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇവൻറ്റുകളെയും പറയുന്ന പേരാണെന്ത്? ട്രാൻസാക്ഷൻ. ഇനി നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. TPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് കളക്ട്, സ്റ്റോർ, മോഡിഫൈസ്, റിട്രീവ്സ് ദ ഡാറ്റ ട്രാൻസാക്ഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്, ഇതൊരു ജനറൽ ഡെഫിനിഷനാണ്. ഇനി ലോഡൻ ആൻഡ് ലോഡൻ ഡിഫൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് TPS ആസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആർ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം that perform and record the daily routine transactions necessary to conduct the business. ലോഡൻ ആൻഡ് ലോഡൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് TPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. അത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ റുട്ടീനായിട്ട് ഡെയിലി ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നതും അത് സ്റ്റോർ ചെയ്യും, മോഡിഫൈ ചെയ്യും, റിട്രീവ് ചെയ്യാൻ പറ്റുന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണെന്ത്? TPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് TPSൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് എന്നതിന് പറഞ്ഞ പേരാണെന്ത്? ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റെസ്പോൺസ് ടൈം ഓഫ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് TPS ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ബിസിനസ് കനോട്ട് അഫോർഡ് ടു ഹാവ് ദെയർ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഫോർ എ ലോങ് പീരിയഡ് ടൈം ബിഫോർ മേക്കിംഗ് എ ട്രാൻസാക്ഷൻ. ദ മാക്സിമം ടേൺ അറൗണ്ട് ടൈം from when the data interpreted into generation of output should only a few seconds or less. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ TPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ടും വളരെ എളുപ്പത്തിലും ഡാറ്റാസ് നമുക്ക് കിട്ടും. ഒരു ട്രാൻസാക്ഷന് ഒരു ബിസിനസ് ഇതിൽ പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല. കസ്റ്റമർ എന്ത് ചോദിച്ചാലും എളുപ്പത്തിൽ നമ്മൾ അതിൻ്റെ റെസ്പോൺസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ TPS നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസ്യത, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോഴ്സാണിത് TPS. ട്രാൻസാക്ഷൻ പ്രോസസ് ഷുഡ് ബി റിലയബിൾ. കസ്റ്റമർ വിൽ നോട്ട് ടോളറേറ്റ് മിസ്റ്റേക്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ബിസിനസ് അവേഴ്സ്. അതായത് ചില സമയത്ത് സിസ്റ്റം ഫെയിലിയർ ആയാൽ കൂടെയും ഈ TPSലുള്ള സിസ്റ്റം എന്താവും?
ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വാസ്യതയുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻഫ്ലെക്സിബിലിറ്റി. ഈ ടി പി എസിന് ഓൾറെഡി ഒരു ഫിക്സ്ഡാണ്, റിജിഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതായത് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സെയിം ടൈമിൽ അത് എവിടേക്കാണോ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് അതൊക്കെ സെയിം ടൈമിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വളച്ചൊടിക്കാനൊന്നും സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നത് കൺട്രോൾഡ് ആക്സസ്. എ ടി പി എസ് സിസ്റ്റം ക്യാൻ സച്ച് എസ് പവർഫുൾ ബിസിനസ് ടൂൾ. ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു അലോ ഓൺലി ദ ഓതറൈസ്ഡ് എംപ്ലോയി ടു ആക്സസ് എനി ടൈം. വളരെ നല്ലൊരു ഫീച്ചറാണ് ടി പി എസിൻ്റെ. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ ടി പി എസ് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് അതർ സിസ്റ്റം. നമ്മളെ കമ്പനിയിൽ ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ടാവും. അതിലേക്കെല്ലാം ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കും എപ്പോൾ വേണമെങ്കിലും റിട്രീവ് ചെയ്യണമെന്നുണ്ട്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ടി പി എസിന് സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ഡാറ്റ. ടി പി എസ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ഓഫ് historical basis because the TPS generates information taking into accounts of transaction already taken place in an organization. നമ്മൾ ടി പി എസ് എടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഓൾറെഡി ഡൺ ആയിട്ടുള്ള പാസ്റ്റ് ഡാറ്റയാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസൻ്റ് അല്ല, കഴിഞ്ഞ് പോയ ഒരു ഡാറ്റനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ടി പി എസ് വർക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഒരു മാസത്തെ സെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ആ മാസം കഴിഞ്ഞതിന് ശേഷമാണ് ടി പി എസിൽ നോക്കൽ. പാസ്റ്റ് ഡാറ്റ കഴിഞ്ഞ മാസത്തെ സെയിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക് ബേസിലുള്ള ഡാറ്റയാണ് ഉണ്ടാവുക. ലിങ്ക് വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ടി പി എസ് വേറെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ആൻഡ് റിലേഷൻ വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ത്രൂ ഇൻഫർമേഷൻ ജനറേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ പ്രോസസ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ടി പി എസ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലൈസ്. കസ്റ്റമർ സപ്ലയറൊക്കെ സത്യത്തിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്റ്റേണൽ സോഴ്സ്, ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റാണ്, ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇവരായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും എന്ത് ടി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കസ്റ്റമർക്കും ഡയറക്റ്റ് ടി പി എസിൽ എൻക്വയറി കൊടുക്കാം, അവർക്ക് അതിനുള്ള ഇൻഫർമേഷന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു അതർ ഫങ്ഷണൽ സബ് സിസ്റ്റം. നമ്മളൊരു കമ്പനിയിൽ ഒരുപാട് ഫങ്ഷണൽ സിസ്റ്റം ഉണ്ടാവും. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പിന്നെ ഫൈനാൻസ്, എച്ച് ആർ, അങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഈ എല്ലാ സിസ്റ്റവും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ സിസ്റ്റത്തിനും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും ടി പി എസ് കൊടുക്കും. Meet the requirements of operation level of organization. Most of the decisions made at the operation level of structured, hence the decisions can be programmed well in advance and the operation persons can make the use of this programmed decisions or undertaking an activity. This is done with the help of transaction process system. ടി പി എസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരുപാട് പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങളുണ്ടാകും. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു കമ്പനീൻ്റെ ഓപ്പറേഷൻ ലെവലിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീ പ്രോപ്പർട്ടീസ് ഓഫ് ടി പി എസ്. ടി പി എസിൻ്റെ മെയിനായിട്ട് പറയുന്ന 3 പ്രോപ്പർട്ടീസ് ഉണ്ട്, 4 പ്രോപ്പർട്ടി. അതിന് പറഞ്ഞ പേരാണ് ആസിഡ് എന്ന് പറയാം. ആസിഡ്, ACID. ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമസി. A stands for automacy, C stands for consistency, I stands for isolation and D stands for durability. ഇത് 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ടി പി എസിൻ്റെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് യു മീൻ ബൈ ആസിഡ്? ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ കീ പ്രോപ്പർട്ടീസാണ്, അവരെ മെയിൻ പ്രത്യേകതകളാണ്. ഒന്നാമത് ഓട്ടോമസിറ്റി. ഓട്ടോമസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമസിറ്റി മീൻസ് ദാറ്റ് എ ട്രാൻസാക്ഷൻ ഈസ് എയ്തർ കംപ്ലീറ്റഡ് ഓർ ഫുൾ ഓർ നോട്ട് അറ്റ് ഓൾ. ട്രാൻസാക്ഷൻ ആർ നോൺ ആൻഡ് ഓട്ടോമാറ്റിക് മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ എയ്തർ ഹാപ്പൻ ഓർ നോട്ട്. ട്രാൻസാക്ഷൻ നടന്നോ നടന്നില്ലെങ്കിലും ജസ്റ്റ് അവിടെ ഒരു ഒക്കറൻസ് സംഭവിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് മറ്റൊരാളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എമൗണ്ട്. നമ്മൾ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ല. നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നു, സെയിം സമയത്ത് മറ്റേ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ എമൗണ്ട് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഡെബിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ അക്കൗണ്ടിൽ എന്താവും, അത് ക്രെഡിറ്റ് ആവും.
അല്ലാതെ ഇതിനിടയിൽ പൈസ കിടന്ന് കളിക്കില്ല എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് കൺസിസ്റ്റൻസി. ടി പി എസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ടി പി എസ് മസ്റ്റ് ഓൾവേസ് ബി കൺസിസ്റ്റൻറ്റ് ടു ഫോളോ ഇറ്റ്സ് ഓൺ റൂൾസ്. ഇറ്റ് എറേഴ്സ് occurs in the transaction either side, the transaction will fail. TPS system exists within a set of operation rules. For example, if the rule states that all the transactions in the database must have a positive value, the transaction will have negative values would be refused. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു കമ്പനിയിൽ എല്ലാ പോസിറ്റീവ് വാല്യൂസും മാത്രമേ പറ്റുള്ളൂ. ആ സാഹചര്യത്തിൽ ഇവർ നെഗറ്റീവ് വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി അത് റിഫ്യൂസ് ആവും. അത് റിഫ്യൂസ് ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി ഇത് ഫെയിൽ ആവും. നെക്സ്റ്റ് വരുന്ന കീ പ്രോപ്പർട്ടിയാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു വർക്ക് മാത്രമേ നടക്കുള്ളൂ. അതായത് അറ്റ് എ ടൈം ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ a transaction must appear to take place isolation. Isolation transaction means that other process never seen information during the transaction. They may see information before and after transaction, but not during the transaction. Isolation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി, അത് മറ്റൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആ ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനിടയിലുള്ള എന്തൊക്കെ പ്രോസസ്സാണുള്ളത് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. അതൊരു ടി പി എസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഡ്യൂറബിൾ. ആഫ്റ്റർ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്സ് ചേഞ്ചസ് ടു ഡാറ്റ പെർസിസ്റ്റ് ഓർ നോട്ട് അണ്ടർഗോൺ ഈവൻ ഇൻ ദി ഇവൻറ്റ് ഓഫ് ദി സിസ്റ്റം ഫെയിലിയർ. ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ബാങ്കിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റോ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് അത് ക്രെഡിറ്റോ. ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്താവും, ആ ട്രാൻസാക്ഷൻ ഫെയിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്ത് ആരാണോ സെൻഡ് ചെയ്തത് അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആ പൈസ തിരിച്ചു കയറും. ഈ ഒരു സിസ്റ്റം ട്രാൻസാക്ഷൻ ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇനി അതല്ല, സിസ്റ്റം ഫെയിലിയർ സംഭവിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫായി പോയി, പക്ഷേ ട്രാൻസാക്ഷൻ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, നമ്മളത് റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു അവിടെ ഉണ്ടാവും, അതിൻ്റെ ടൈം എത്ര ട്രാൻസാക്ഷൻ റെഗുലറായിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് നമ്മൾ ടി പി എസിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇനി ഇതിൽ വരുന്ന അടുത്ത MISൻ്റെ സിസ്റ്റം ഉണ്ട്, DSS ഉണ്ട്, GDSS ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ടി പി എസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ടി പി എസിൻ്റെ കുറച്ച് പ്രത്യേകത കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും. ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞത് കീ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കീ പ്രോപ്പർട്ടീസ്, ആസിഡ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.